ചെസ്സ് കളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ചതുരംഗം, ചെസ്സ് കളി, സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു സ്വപ്നം കൂടിയാണത്. വ്യാഖ്യാനം അത്ര നല്ലതൊന്നുമല്ലെങ്കിലും എന്നാൽ കൂടുതൽ പേടി വേണ്ട, എന്നാൽ പേടിക്കും വേണം. ആ രൂപത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനം ഉള്ളത്. മഹാനായ അബ്ദുൽ ഖനി നാബൽസി റഹിമഹുല്ല തഅ്തീറുൽ അനാം ഫി തഅബീറിൽ മനാം എന്ന് പറയുന്ന കിതാബിൻ്റെ 308 പേജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷത്തറഞ്ച് എന്ന ചെസ്സ് കളി, ചതുരംഗം എന്നൊക്കെ പറയും. വമൻ റഅ അന്നഹു യൽഅബു ഷത്തറഞ്ച് ഉണ്ടോ, ഒരാൾ ചെസ്സ് കളിക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടു. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനം പറയുന്നത് ഫ ഇന്നലഹു അതുവൻ, അവനക്കൊരു ശത്രു ഉണ്ട് എന്നാണ്. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ശത്രു ഉണ്ട് വരും. പാമ്പിന് 8ഓളം വ്യാഖ്യാനങ്ങൾ മുസദ്ദമീർ റഹിമഹുല്ല ആയാത്തുൽ അൽ കുബ്രയിൽ പറയുന്നുണ്ട്. അതിലൊരു വ്യാഖ്യാനാണ് ശത്രു എന്നുള്ളത്. അപ്പം അത് മാത്രമൊന്നുമല്ല, ചെസ്സ് കളിയും എന്താണ്, ചെസ്സ് കളി ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനം കാണുമ്പോൾ ഒരിക്കലും ശത്രുവിനെ നമുക്ക് ഒരിക്കലും എന്താവില്ല, വ്യാഖ്യാനത്തിൽ വരില്ല. എന്നാൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അതുമായി ബന്ധിക്കുമ്പോൾ ഒരു ശത്രു എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അപ്പുറത്ത് ആളെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പുറത്തുള്ള ആളെ നമ്മൾ തോൽപ്പിക്കാനും നോക്കും. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ കളി കയറി വരല്. അപ്പം പിന്നെ അതിലേക്ക് നോക്കുമ്പോൾ ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇന്നലഹു അതുവൻ, ഒരു ശത്രു ഉണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ധനീയൻ, അത്രക്ക് ക്രോധമൊന്നുമില്ല, നിസാരനാണ്, നിന്ദ്യനാണ് എന്നൊക്കെയാണ്. ഡേഞ്ചർ ആയ ശത്രു എന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷെ നിസാരനാണ് എങ്കിലും കൂടെ ശത്രു ഉണ്ട് എന്നതിലേക്കാണ് അതിൻ്റെ വ്യാഖ്യാനം കുറിക്കുന്നത് കേട്ടോ.